വിനീഷ, മദ്രസ പഠനത്തിന് കേരളം തെരഞ്ഞെടുക്കുകയാണ് ബംഗ്ലാദേശികൾ എന്നുള്ളതാണ്. ഇതിനെല്ലാ ഒത്താശയും ഇവിടെ നിന്നുള്ളവർ ചെയ്യുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം മുഷീർ ഖാൻ, അമീർ ഖാൻ എന്ന് പറയുന്ന ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം മദ്രസയിൽ നിന്ന്, ബംഗ്ലാദേശിയായ യുവാവിനെയാണ് മദ്രസയിൽ നിന്ന് ATS പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ATSന് മുംതാസ് എന്ന് പറയുന്ന ഈ അമീർ ഖാൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരായിരുന്നു ആദ്യഘട്ടം മുതൽ സംസ്ഥാനത്തെ നിലവിൽ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് എത്തിക്കുന്ന ശൃംഖലയുടെ പ്രധാനിയായി പ്രവർത്തിച്ചത്. ഈ മുംതാസിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ATCക്ക് നിലവിൽ ആൻറ്റി ടെറർ സ്ക്വാഡിന് ഇത്തരത്തിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് നിലവിൽ ബംഗ്ലാദേശികൾ പഠനം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്, വിവരങ്ങൾ ലഭിക്കുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നിലവിൽ ATS ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിലാണ് നിലവിൽ കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ബംഗ്ലാദേശിക്ക് മതപഠനത്തിന് അവസരമൊരുക്കിയത് എന്ന സംബന്ധിച്ചുള്ള കണ്ടെത്തലുകളാണ് ATC നടത്തിയത്. ഈ പ്രതിയെ അപ്പോൾ തന്നെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശികളെ കേരളത്തിലെത്തിക്കുന്ന വലിയ മാഫിയ സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ജനൻ TV തന്നെയാണ് പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലാണ് ഇപ്പോൾ ATS എത്തി നിൽക്കുന്നത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ പഠിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ കരുനാഗപ്പള്ളി പുത്തൻ തെരുവ് ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിൽ ഹിഫ്സ് പഠനമാണ് ഈ മുഷീർ ഖാൻ എന്ന് പറയുന്നത് ഇയാളുടെ നിലവിൽ ബംഗ്ലാദേശിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേരാണ്. കേരളത്തിൽ അറിയപ്പെടുന്നത് അമർ ഖാൻ എന്ന പേരിലാണ്. അമർ ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ വ്യാജമായി തന്നെ ആധാർ കാർഡും ഒപ്പം തന്നെ വ്യാജമായി തന്നെ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുന്നു, റേഷൻ കാർഡും ഉണ്ടാക്കിയിരിക്കുന്നു. അതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിലെ അഡ്രസ്സിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ അഡ്രസ്സിൽ തന്നെ ആധാറും റേഷൻ കാർഡും വ്യാജ തിരിച്ചറിയൽ കാർഡും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്, ഇത്തരത്തിലുള്ള സപ്പോർട്ട് നൽകിയിരിക്കുന്നത് അവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് മതപുരോഹിതന്മാരാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ATS ലഭിച്ചിരിക്കുന്നത്. ഈ ATS ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ ജമാഅത്ത് പള്ളിയിൽ മതപഠനത്തിന് മദ്രസയിലേക്ക് ഈ അമർ ഖാൻ എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധന ATS നടത്തുന്നു. ആ പരിശോധനയിൽ പ്രാദേശികമായ ആളുകളുടെ ഒരു ഇടപെടലാണ് ഈ അമർ ഖാൻ മതപഠനത്തിന് എത്താൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പള്ളിയിൽ ഇത്തരത്തിൽ ഒരാൾ മദ്രസ പഠനത്തിനെത്തുന്ന സമയത്ത് ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്താറുണ്ട്. ആ അന്വേഷണം പ്രത്യേകിച്ച് എവിടെ നിന്നാണ് ഈ മദ്രസയിലേക്ക് പഠനം നടത്താൻ എത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു മദ്രസ പള്ളി കമ്മിറ്റി ആളുകൾ നടത്തുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഈ മദ്രസ പള്ളി കമ്മിറ്റിക്കാർ നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ മതപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് മതപുരോഹിതന്മാർ നടത്തിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ ഈ അമർ ഖാൻ അല്ലെങ്കിൽ മുഷീർ ഖാൻ എന്ന പേരുള്ള ബംഗ്ലാദേശിക്ക് മദ്രസയിൽ പഠനത്തിന് സൗകര്യമൊരുക്കിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ ഇവർ ഒരു ശൃംഖലയായിട്ടാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. വിവിധ മദ്രസകളിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ പഠിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ATSന് നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടുണ്ട്. നമ്മൾ പുറത്തുവിടുന്ന വാർത്ത കേരളത്തിൽ ഇതുവരെ ബംഗ്ലാദേശികൾ കുടിയേറ്റക്കാരായി എത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തകളായിരുന്നു പുറം ലോകത്തേക്ക് എത്തിയതെങ്കിൽ ഇപ്പോൾ മദ്രസകളിൽ പഠനങ്ങൾക്ക് വേണ്ടി പോലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ശക്തികൾ ഈ ബംഗ്ലാദേശികൾക്ക് അവസരമൊരുക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ, തെളിവുകളാണ് പുറത്തു വരുന്നത്. ഈ കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിൽ
ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ഇത്തരത്തിലുള്ള അവസരം ഒരുക്കിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പള്ളി കമ്മിറ്റിക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു വിധമായ വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ATC ഈ പള്ളി കമ്മിറ്റിക്കാർക്കെതിരെയും നിരീക്ഷണം നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റക്കാരായി ബംഗ്ലാദേശികൾ എത്തിയതിനു ശേഷം രാജ്യവിരുദ്ധ ശക്തികളായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തിവരികയാണ്. ഇങ്ങനെ 10,000-കണക്കിന് ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ATS ലഭിച്ചിരിക്കുന്നത്. അതിന് കേരളത്തിൽ വലിയൊരു ശൃംഖല തന്നെ, മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ അഡ്രസ്സിൽ തന്നെയാണ് വ്യാജമായ ആധാർ കാർഡും റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡ് രേഖകളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുവാനായി സംസ്ഥാനത്ത് ഇവരെ അനുകൂലിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാനായി സംസ്ഥാനത്ത് വലിയൊരു മത വിഭാഗം പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും നിലവിൽ ATSന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി വിനീഷ്, അത് തന്നെയാണ് അതിലെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നതും. ഇവർക്ക് കൃത്യമായ താവളം ഒരുക്കാൻ ഇവിടെ ഉള്ളവർ തന്നെ മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിക്ക് മതപഠനം ഒരുക്കിയത്. ATS പിടികൂടിയ ബംഗ്ലാദേശിയുടെ പക്കൽ നിന്ന് വ്യാജ ആധാർ കാർഡും റേഷൻ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും പിടികൂടിയിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രാദേശിക വ്യക്തികളാണ് ബംഗ്ലാദേശിക്ക് മദ്രസയിൽ പഠനത്തിന് സൗകര്യവും ഒരുക്കിയത്.